വിഴിഞ്ഞത്തേക്ക് വന്ന കപ്പൽ മുങ്ങിയതോ മുക്കിയതോ നമുക്കറിയില്ല. മനുഷ്യന്റെ ഇടപെടലുണ്ടോ, അതിൽ കള്ളത്തരമുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇത് സ്വാഭാവികമായ അപകടമാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. പക്ഷേ മുങ്ങിത്താണത് പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതങ്ങളാണ്. ശക്തികുളങ്ങരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണിത്. കണ്ടെയ്നറുകൾ കത്തിയമരുന്നതും ശക്തികുളങ്ങരയിൽ പുതിയ പള്ളി പണിയുന്നതിന് അടുത്തേക്ക് ആ വിഷപ്പുക വമിക്കുന്നതുമാണ് കാഴ്ച. ട്രോളിംഗ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇരുട്ടടി പോലെ ദുരന്തങ്ങൾ ഓരോന്നായി സമീപിക്കുമ്പോൾ ഭീതിയിലാണ് ശക്തികുളങ്ങരയിലെ സാധാരണ ജനങ്ങൾ. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കറുത്ത പുകയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 2 കണ്ടെയ്നറുകൾ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നത്. കണ്ടെയ്നറിനുള്ളിലെ രാസവസ്തുക്കൾ കലർന്ന പുക അന്തരീക്ഷമാകെ നിറഞ്ഞു നിൽക്കുകയാണ്. മഴക്കെടുതികൾ മൂലം കടൽ കയറുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ ട്രോളിംഗ് ആരംഭിച്ചതിന്റെ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി രൂപപ്പെട്ട ഈ വിഷപ്പുക സാധാരണ ജനങ്ങളിൽ ഭീതി പടർത്തുകയാണ്.